ഇന്നോ എന്താ ഇപ്പൊ ചെയ്യുക? ഞാൻ മറക്കുവാൻ എൻ്റെ പുരക്കാറ് പറയുന്നത്. എനിക്ക് നല്ല ഐറ്റുകളെല്ലാം കിട്ടും, എന്തിനാ വെറുതെ ഓളെ കിട്ടുന്നതെന്നാ പറഞ്ഞത്. എനിക്കാര്യമില്ല, ഇവനും വിചാരിക്കണ്ട ഇവനെന്നാ പറയുന്നത്. 5 കൊല്ലം മുമ്പുള്ള കാര്യം ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ ലവ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാണ്ട് ഇത് കാണാൻ വന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണാണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഇതൊരു കണ്ടിന്യൂ വീഡിയോ ആണ്, കഴിഞ്ഞതിൻ്റെ ബാക്കി കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം ഞാനും ഇവളും തമ്മിലുള്ള ജീവിതം തുടങ്ങിയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ബാക്കി പറയണമെന്ന് ഇഷ്ടമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ഒരു 45,000 കമൻറ്റ് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കണ്ട് 3000 അത്രയാണ് വ്യൂസും വന്നത്. അപ്പോൾ കുറേ ആളൊന്നും കണ്ടില്ല ഈ വീഡിയോ എന്ന് ഉറപ്പാണ്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണണം. പിന്നെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞാൽ പോലും നമ്മളത് പറയും, കാരണം ആ ഒരാൾ നമ്മൾ കഥ കേൾക്കാൻ ആഗ്രഹിച്ച് പറയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബാക്കി പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് തുടങ്ങാമല്ലേ ബാക്കി കഥ? അതെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിന് നിർത്തിയെന്ന് വെച്ചാൽ ഇവളെ ഉമ്മ എന്നെ വിളിച്ച ആ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ എന്നെ വിളിക്കൽ തുടങ്ങി. പിന്നെ ഉമ്മ ഇങ്ങനെ സോപ്പിടൽ തുടങ്ങി. ഉമ്മ അല്ല, ചന്ദ്രിക സോപ്പിട്ട് പതപ്പിക്കൽ തുടങ്ങി. എന്താ മോളെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇവളെ സംഭവം ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ കേൾക്കാനും ഒക്കെ ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ ഒരു വകക്ക് കൊള്ളാത്ത അപ്പൊ അങ്ങനെ ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് രാത്രി കടയും പൂട്ടി പോയി. പിന്നെ റൂമിലെത്തിയൊരു കുറെ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ പറയും, ഇവളെ പറ്റിയും ഇവളെ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പറയും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം അന്നേരം ഒന്നും ഞാൻ ഇവളെ നേരിട്ട് അതിന് ശേഷം പിന്നെ കണ്ടിക്കില്ല കേട്ടോ. ഞാൻ ഈ ഷോപ്പിൽ തന്നെയാണ്, പെണ്ണ് കാണാനും ഒന്നും പോയിക്കൂല. എൻ്റെ വീട്ടിലിട്ട് ഒരു മനുഷ്യനും ഇത് അറിഞ്ഞും കൂടാ ഞാൻ ഇവളെ കണ്ടതും. ഇപ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെതും ഇങ്ങനെ വിളിക്കുന്നത് പോലും എൻ്റെ വീട്ടിലൊരാൾക്കും അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാൻ അന്നേരം ഇവളോട് ഞാൻ തീരെ സംസാരിച്ചിട്ടേ ഇല്ല. ഉമ്മയാണ് ഇങ്ങനെ ഇതാക്കുകയെല്ലാം ചെയ്യാം. അപ്പോൾ ഇഞ്ച സ്ഥിതി എന്നേനു ഉമ്മ വിളിക്കുന്നൊക്കെ ഇനി അറിയേനോ? ഞാൻ ഒളിച്ചു വന്നിട്ടാ? എടാ അത് ഞാൻ കിടക്കാൻ പോയിട്ടാണല്ലോ ഉമ്മങ്ങളെ വിളിക്കല്ലേ. അപ്പൊ ഇങ്ങനെ ഞാൻ എന്താ പറയാ, ഞാൻ അവിടെ പായിട്ട് കിടക്കും. വാതിലിന്റെ അടുത്ത് തന്നെ കേക്ക് കണ്ടിട്ട് കട്ടില കുറച്ചുള്ള അങ്ങോട്ടല്ലേ സൈഡിക്കല്ലേ റൂമില്. അപ്പൊ പിന്നെ ചൂടും ആയിനും എല്ലാം കൂടും ആയിനും. അതുകൊണ്ട് ഞാൻ അവിടെ വാതിലിന്റെ അടുത്ത് പായിട്ട് കിടക്കുമ്പോ ഉമ്മങ്ങളങ്ങനെ വിളിക്കുന്നേക്കാ. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? പിന്നെ എടോ പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും എടോ പോകുമ്പോ ഒന്ന് കൈ പിടിച്ചാ മതി, കൈ പിടിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ അതൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. കൈ നിങ്ങള് പറയുന്ന എനിക്ക് കേക്കാൻ കഴിയൂല, ഞാൻ ഉമ്മ അറിയുന്നല്ലേ കേക്കൂ. അപ്പൊ അങ്ങനെ ഒക്കെ പറയുന്ന കേട്ടി നിന്റെ കാര്യങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ചോദിക്കലുണ്ടാ വിളിച്ചിട്ട് എന്നാ പറഞ്ഞേന്നൊക്കെ? അത് ഞാൻ രാവിലെ ഞാൻ ഇതൊന്നും കേക്കാത്തോണം ചോദിക്കൂ. ഇതിപ്പോ ഉമ്മ കേൾക്കുന്നുണ്ടാവും വീഡിയോ കണ്ടാൽ. എന്നിട്ട് അപ്പൊ പിറ്റേന്ന് ഇങ്ങനെ ചായ ഒക്കെ കുടിക്കുമ്പോ ചോദിക്കൂ നിങ്ങളെ വിളിച്ചീനോന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ പൊരയിലൊന്നും പറഞ്ഞില്ല, ഒക്കെ പറഞ്ഞു നോക്കിട്ട് നടക്കുമെന്ന് അറിയൂലെന്നൊക്കെ അതിനനുസരിച്ച് ചെയ്യാന്നാ പറഞ്ഞത്. അതെ. അപ്പൊ എനിക്ക് ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതുപോലെ കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിക്കാണ്ട് അപ്പൊ കല്യാണത്തിനെ പറ്റിയൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. 5 വയസ്സിൽ 25 വയസ്സാകുന്നതിനുള്ളൂ. ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. പിന്നെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ അവിടത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് ഇഞ്ഞ് കാണുന്നുള്ളടി എനിക്ക് പോലും ഒന്നും തിരിയാത്ത അവസ്ഥയാണ് എന്നപ്പോൾ തീരെ മെച്യൂരിറ്റി ഇല്ലാത്ത. ഇപ്പം 1 മാസം കോയമ്പത്തൂർ പണിയെടുക്കൂ, 10 ദിവസം നാട്ടിൽ വരൂ, ഒരു അങ്ങനത്തെ ഇതേനു ഉത്തരവാദിത്തമൊക്കെ കുറവ്, അങ്ങനെയുള്ളൊരു മൈൻഡേനു. ടൂറ് അത് ഇതെല്ലാം ആയിട്ട് യാതൊരു ഉത്തരവാദിത്തം എനിക്കില്ലേനു അന്നപ്പോഴാണല്ലോ ഇതൊക്കെ. കോളേജ് കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്നപ്പോൾ അങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ വീട്ടിൽ ഇതെങ്ങനെ പറയൂ എന്നുള്ള ഒരു ടെൻഷനേനു. ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആടുന്നതാ ഞാൻ. കല്യാണമേ കഴിക്കുന്നില്ല അങ്ങനെയുള്ള ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാൽ പോരെന്നുള്ള റിപ്ലൈ എന്തായിരിക്കും? മാത്രമല്ല നമുക്ക് എനിക്ക് അങ്ങനത്തെ ഒരു റൂമും സൗകര്യങ്ങളും ഒന്നും പുരയിലില്ലേനു. അതിനുള്ള സാഹചര്യം അല്ലേനും വീട്. അങ്ങനെ ഒരു ഇടുങ്ങിയ വീടും അതിനും അവിടെ എനക്കായിട്ട് സെപ്പറേറ്റ് ഒരു റൂമും അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ ഒരു ഓഫീസ് റൂമിലേനും കിടക്കല്.
അപ്പൊ അത് ചെറിയൊരു കുടുങ്ങിയ റൂമാ ഒരാൾക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കൂടി വരുമ്പോ അതിലേക്ക് നടക്കൂലോ. അപ്പൊ നമുക്ക് ഇപ്പൊ എവിടെയാണ് റൂം എങ്ങനെയാണ് സെറ്റ് ആക്കുക, അപ്പൊ ഒരേൻ്റെ ഉള്ളിൽ എങ്ങനെയാ റൂം സെറ്റ് ആക്കുക എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരുപാട് ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവളെ ഉമ്മാനെ തന്നെ വിളിച്ചപ്പോ ഇവള് ഫോൺ എടുക്കുകയും ചെയ്ത്. അല്ലേ അന്നേരം ലാൻഡ് ഫോണിലായിരുന്നു വിളിക്കല്. അന്നേരമാണ് ആദ്യമായിട്ട് ഇഞ്ച സൗണ്ട് കേട്ടല്ലേ. അതിനുശേഷം പിന്നെ നമ്മള് വിളിക്കൽ തുടങ്ങിയപ്പോയിനു അതിനുശേഷം ഞാൻ പിന്നെ ഇഞ്ഞ വിളിക്കില്ലേനോ. പിന്നെ ഇങ്ങനെ വിളിക്കാണ്ട് നമ്മളിങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി, എഴുതി അയക്കാൻ തുടങ്ങി ആദ്യം. അന്നേരം എനിക്ക് എഴുതി അയക്കാൻ ആകുന്നല്ലേ. അന്നേരം ഇവക്ക് കുറച്ചൊക്കെ കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. ഇവള് പറഞ്ഞല്ലോ JDT അവളെന്നെ ശരിക്ക് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. എന്റെ മുഖവും കാര്യം ഞാൻ അന്ന് ഇട്ട ഷർട്ട് വരെ അവക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതെ, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ആ ഷർട്ടിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന്. അത് ഇതേനു, ആ ഷർട്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ടായിരുന്നു അത്. എന്നിട്ട് അങ്ങനെ മെസ്സേജ് ഇങ്ങനെ എഴുതി അയക്കാൻ തുടങ്ങി. വോയിസ് അയക്കാൻ എനിക്ക് എന്തോ ഒരു പേടി. അപ്പൊ അങ്ങനെ എഴുതി അയക്കുമ്പോ അങ്ങനെ റിപ്ലൈ ഒരു നമ്മളിങ്ങനെ ഓരോന്ന് കാര്യങ്ങളാട്ടും ഇങ്ങോട്ടും. അതെ, പഞ്ചാര ഇല്ലേനു കേട്ടോ, സീരിയസ് ടോക്ക് ചെയ്യുന്നുള്ളൂ. അതൊന്നുമില്ല, നമ്മള് വേണ്ടിയ മാത്രം ആട്ടും ഇങ്ങോട്ടും രണ്ടാളെ അറിയാൻ വേണ്ടി മാത്രം. പിന്നെ അന്നേരം ഞാൻ ഭയങ്കര റഫ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ തീരെ റൊമാൻറ്റിക്കും, മുഖത്ത് ചിരിയൊക്കെ കുറവേനു, ഭയങ്കര ദേഷ്യവും ഭയങ്കര ടഫായിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രഷറാവും, ഭയങ്കര അങ്ങനത്തെ ഒരു മനസ്സിലായല്ലോ, സംഭവം മനസ്സിലായല്ലോ. ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്, ആ ഒരു സ്വഭാവമായിരുന്നു. കാരണം എൻ്റെ ഉപ്പ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, ഉമ്മാക്കും അത്യാവശ്യം ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണല്ലോ മക്കൾക്ക് കിട്ടുക. അതേപോലെ പിന്നെ ഞാൻ വളർന്ന ചുറ്റുപാടും ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പുറത്ത് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ, അങ്ങനെ പുറത്ത് തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ലൈനൊന്നും അതിൻ്റെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ റഫ് ക്യാരക്ടറായിട്ട് പിന്നെ +2 പഠിക്കുമ്പോൾ എല്ലാം ചെറിയ രീതിയിലുള്ള പായനോട്ടം വന്നല്ലാണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മളോട് ആരും ഇങ്ങനെ അടുക്കൂലല്ലോ, ഇത്രയും ദേഷ്യവും കാര്യമെല്ലാം ആകുമ്പോൾ. അതെ, അതാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെയായി. പിന്നെ എന്തെങ്കിലും അടുത്തത് പറയാനുള്ളത്? അങ്ങനെ മെസ്സേജ് അയക്കലും കോളല്ലായി. അപ്പോൾ അതങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ ഇവന്ന് നേരിട്ട് കാണണമല്ലോ, പെണ്ണ് കാണല് നടത്തണമല്ലോ. അതിന്റെ മുന്നോടി, അതിന്റെ പെണ്ണ് കാണുന്നതിന് മുമ്പല്ലേനോ എന്റെ നാട്ടിലേക്ക് അന്വേഷിക്കാൻ എന്റെ കുടുംബത്തിൽ ഒരാൾ വന്നല്ലേ, എന്റെ വീടൊക്കെ കാണാനൊക്കെ വന്ന്. അപ്പൊ പോരേ ചെന്ന് എന്ത് ഞാൻ ഏട്ടനോട് അല്ലേ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മളെ വീട്ടില് ഉപ്പ 2 വിവാഹം ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ ഒരു ഏട്ടനും പെങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ഏട്ടന് ആ വീട്ടിൽ തന്നെയാണല്ലോ നമ്മളെല്ലാരും കൂടിയാണെന്നല്ലോ താമസം. ആ ഏട്ടനോട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കണ്ടിരുന്നു, ഒരു കാഴ്ചയില്ലാത്തൊരു കുട്ടിയാണ്, അവളെ കല്യാണം കഴിക്കാൻ താല്പര്യം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, അവനോട് പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരാൾ വരുന്നത്, അപ്പോൾ ഓന് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ഓനോട് പറഞ്ഞിരിക്കും. പക്ഷെ ഉമ്മാനോട് ഞാനൊന്നും പറഞ്ഞില്ലേനു കേട്ടോ. അപ്പൊ അവിടെ എത്തിയാൽ ഇപ്പൊ എനിക്ക് ഉമ്മ പറഞ്ഞ ആ ഒരു ഇത് ഓർമ്മ ഉണ്ട്. പാവ ഉമ്മ ഇപ്പൊ അങ്ങ് പഠിച്ചവൻ്റെ അടുത്ത് മരിച്ചിട്ട് 3 കൊല്ലത്തിന് മുകളിലായി. ഉമ്മാന്റെ കവറൊക്കെ പഠിച്ച വിശാലായി കൊടുക്കട്ടെ, ആമീൻ. അപ്പൊ ആ സമയത്ത് ഉമ്മ പറഞ്ഞു കല്യാണം കഴിക്കാനൊന്നും ഇവര് ഉമ്മാക്ക് ചെറിയ സംശയം, ഇത് കല്യാണാലോചനയായിട്ട് വന്നയാണോ, ഓൻ കല്യാണം കഴിക്കാനൊന്നും അയക്കില്ലേ, ഒന്നും അറിയുന്നില്ല, ഓനതിന് കല്യാണം കഴിക്കാനൊന്നും അയക്കില്ല, ഓൻ ചെറിയവനല്ലേ. അത് ഇങ്ങനെ കല്യാണത്തിന്റെ ഒരു കാര്യം പറയുന്ന ഇങ്ങനെ കേൾക്കുന്നു ഉമ്മത്തേക്ക്. അപ്പൊ ഉമ്മ വിചാരിക്കല്ലേ ഇനിയിപ്പൊ നിങ്ങളാണല്ലേ കെട്ടാനുള്ളത് അടുത്ത്. അപ്പൊ ഉമ്മ വിചാരിച്ചുണ്ടാവും ഇതെന്താ ഒന്നും അറിയാണ്ട്. അതെ, ഓൻ ചെറിയവനല്ലേ എന്നെല്ലാം പറഞ്ഞ് അതാണ് കഴിഞ്ഞ. അതിന് ശേഷം എനിക്ക് ഞാൻ നാട്ടില് വരികയാണ് പെണ്ണ് കാണാൻ വേണ്ടിട്ട്. അത് പൊരയില് അറിഞ്ഞിരുന്നോ, പെണ്ണ് കാണാൻ പോകുമ്പോ പൊരേ പാർട്ടി തന്നെയല്ലേ വന്നേ അല്ലേ. പിന്നെ പൊരയിൽ ഇത് അവതരിപ്പിക്കുകയും വേണം, പെണ്ണ് കാണുകയും വേണം, അങ്ങനൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിൽ വിറച്ചോണ്ടാണ്. അന്ന് നാട്ടിൽ വന്നതിലുള്ള ടെൻഷൻ, അത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ആ ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ പൊരയിലെത്തി ഉമ്മാനോട് ഇത് പറഞ്ഞ് ഫുള്ള് സീന്, കൊന്നിട്ട് സമ്മതിക്കൂല, ഫുള്ള് പ്രശ്നമായി പൊരയില്. ഇനി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എനിക്ക് എന്താണ് ബുദ്ധിമുട്ട്. ഇപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ആള് മുമ്പോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ അതിലൂടെയൊക്കെ ഞാനും കടന്നു പോയിക്കും.
ഒരുപാട് എതിർപ്പുണ്ടായി. എന്തിനാ കല്യാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മാനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാം കൂടി പെണ്ണ് കാണാൻ പോകുന്ന വക്കീലായി. അപ്പോൾ പെണ്ണ് കാണാൻ എൻ്റെ ചങ്ങായി കാറുമായിട്ടെല്ലാം വന്ന്. അപ്പോൾ അങ്ങനെ ഞാനും ഈ ഏട്ടനും പിന്നെ എൻ്റെ ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് നമ്മൾ നേരെ ഇവിടെ വീട്ടിലേക്ക് എത്തി അല്ലേ. ഒരു മാസം ഗ്യാപ്പിലല്ലേ അത്രയും. ഫെബ്രുവരിയിൽ ആദ്യം ചെടിയിട്ടിന്ന് കണ്ട് പിന്നെ മാർച്ച് 4 അങ്ങനെ അവിടെ എത്തിയപ്പോ എന്തേനുള്ള അല്ലേ ഭയങ്കര ഒരു എന്താ പറയാ. അപ്പൊ അങ്ങനെ ഇവളെ വീട്ടിലെത്തി. ഞാന് പയ്യൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളോട് സംസാരിച്ച് ഞങ്ങളാദ്യം ആള് വന്നിരുന്ന്. അപ്പൊ ഞാൻ കണ്ടില്ലല്ലോ. അന്നേരം ഞാൻ പിന്നെ അതിന് മുമ്പ് വേറൊരു സീൻ ഉണ്ടായി കേട്ടോ. അതിന് മുമ്പല്ലേ പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് പോയതിന് ശേഷമല്ലേ ഞാൻ അങ്ങോട്ട് വന്നേ. മുട്ട പഠിച്ചേ ഞാൻ വരുമ്പോ മുട്ട പഠിച്ചിട്ടല്ലേ അപ്പൊ ഞാൻ ചെന്നൈയിൽ പോയിനു. ചെന്നൈയിൽ ഒരു 10 ദിവസം അവിടുത്തെ ഷോപ്പിൽ നിൽക്കാനൊക്കെ പോയിനു. പിന്നെ ഈ പെണ്ണ് കാണുന്ന ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് വേറെ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയേനു. ഞാനിങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചങ്ങായി ഫോൺ ചെയ്ത്. അപ്പോൾ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞാടാ എൻ്റെ ചങ്ങായി വിളിക്കുന്ന ഒറ്റ മിനിറ്റ് എന്നിട്ട് ഇവളെ ഹോൾഡ് ചെയ്ത് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത്. ഞാൻ വിചാരിച്ചിരുന്നാൽ ഇവള് കട്ടാക്കി പോയിക്കുണ്ടാവും. ഞാൻ 1/2 മണിക്കൂറോളം അവനോട് സംസാരിച്ച്. അപ്പോൾ നമ്മൾ അടുത്ത ചങ്ങായിമാരെ വിളിക്കുമ്പോൾ ഞാൻ ഒരുപാട് ലോങ് സംസാരമായിരിക്കും. 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഞങ്ങൾ എത്ര പറഞ്ഞാലും തീരൂല. അങ്ങനത്തെ കഥകൾ പറയാനുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, 2-3 ഉള്ളൂ. അപ്പോൾ അതിലെടുത്തന്നെ വിളിച്ചത്. അപ്പോൾ 3/4 മണിക്കൂറിന് ഏകദേശമായി. ഓൻ ഫോണ് കട്ട് ചെയ്ത് തരണ്ട്, ഇവള് ഹോൾഡിൽ. ഞാനങ്ങ് ഞെട്ടിപ്പോയേ. ഇത്രയും നേരം ഓള് വെയിറ്റ് ചെയ്ത്. ശരിക്കും ഇനി എന്തായാലും അത്രയും നേരം വെയിറ്റ് ചെയ്ത് തന്നെയാ. അന്നേരം ഞാൻ അങ്ങനെ ചെവിയിൽ വെച്ചെന്നെ നിന്നാ ശരി. അതെനക്ക് അങ്ങ് സ്ട്രൈക്കായി. കെട്ടുന്നുണ്ടെങ്കിൽ ഇവളെ തന്നെയാ കെട്ടാവും എന്നുള്ള ഒരു സാധനം. സത്യം അതുവരെങ്കിലും ഇത് നടക്കുന്നില്ലെങ്കിൽ ഇപ്പൊ അങ്ങ് ഒഴിവാക്കും, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാന്നുള്ള. അന്നേരം അറ്റാച്ച്മെന്റ് വന്നിട്ടില്ലേനും. നമുക്ക് അറ്റാച്ച്മെന്റ് വരും ഒരാളോട് ചില മൂമെന്റ് ആണല്ലോ. ആ സാധനം എനിക്ക് ഉള്ളിൽ അങ്ങ് തറച്ചു പോയി. അതാ ഇപ്പൊ അത്രയും പ്യുവറായിട്ട് എനിക്കത് മെമ്മറിയിലുണ്ടല്ലോ. അത് സാധനം ഇത്രയും നേരം ഓളെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഫോണും പിടിച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓളെയല്ലേ ഞാൻ കെട്ടണ്ടേ? ഓൾക്ക് എന്നോടുള്ള സ്നേഹം അത്രയും ആത്മാർത്ഥമായിട്ടുള്ളതല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ടില് എന്നിട്ട് അങ്ങനെ ഞാന് അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അപ്പോൾ ഞാനത് ആടുന്ന് ഉറപ്പിച്ചേനു കേട്ടോ. അപ്പൊ അതാണ് ബാക്കി. ഇപ്പൊ പെണ്ണ് കാണാനൊക്കെ വന്നപ്പോ നമ്മൾ കൊറേ നേരം സംസാരിച്ചിരുന്നു അല്ലേ. പിന്നെ ചായ കുടിച്ചതിന് ശേഷം എന്നോട് സംസാരിക്കാണ്ടെങ്കിൽ അപ്പൊ റൂമിൽ പോയിട്ട് സംസാരിച്ച്. പിന്നെ നമ്മള് കുറച്ച് അധികം അങ്ങായിപ്പോയി സംസാരിക്കല്. അതെ, അത്ര നേരം സംസാരിക്കില്ല, എല്ലാരും കളിയാക്കിയിട്ട്. എന്നിട്ട് അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം ആയി. പിന്നെ നേരെ വീട്ടിലെത്തി. പിന്നെ അടുത്ത ഘട്ടം ഇവളെ പോരേ ആൾക്കാർ നമ്മളെ വീട്ടിലേക്കൊക്കെ വരണല്ലോ. കാര്യങ്ങളൊക്കെ എനക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ പോയത്. വല്ലാത്തൊരു കടമ്പ തന്നെയാണ് അത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുടുംബക്കാരെയൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് കാര്യങ്ങൾ എന്നുള്ള. എല്ലാവരും കൂടി സപ്പോർട്ട് ആരും ചെയ്തില്ലേനും. അതിലൊന്നും ആരെയും ഞാൻ കുറ്റമൊന്നും പറയൂല. കാരണം ആ ഒരു 5 വർഷം മുമ്പൊക്കെ ഒരു ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള ഒരു കുട്ടീനെ ഒരാൾ വിവാഹം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അത്ഭുതം. അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ ഇവൻ്റെ പ്രശ്നമില്ല എന്തിനാന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും കാര്യമായിരുന്നു. അന്നേരം അത് അത്ര ജനകീയമായിട്ട് വരുന്നില്ല. ഇപ്പോൾ 2-3 വർഷത്തിന് ഇടക്കാണ് ഒരുപാട് വിവാഹങ്ങൾ അത്തരത്തിൽ നടക്കുന്നതും. നമ്മൾ തന്നെ ഇപ്പോൾ 63 വിവാഹങ്ങളൊക്കെ നടത്തി. അതും മിക്കവരും നോർമലായിട്ടുള്ളവർ തന്നെയാണ് ഇങ്ങനെ കുട്ടികൾ വിവാഹം ചെയ്തത്. അപ്പോൾ അന്ന് ഇപ്പോൾ അത് ജനകീയമായി കുറച്ചുകൂടി ഒക്കെ ആളുകൾ മൈൻഡ് സെറ്റൊക്കെ മാറി വരുന്നുണ്ട്. ആ സമയത്ത് അന്നേരം ഒന്നും മാറിയില്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എതിർപ്പ് തന്നെയാണ്. എന്നോട് സിമ്മ് പൊട്ടിച്ചങ്ങ് ചാടിക്കള, ഓളങ്ങ് മറന്നു കളഞ്ഞേക്കുന്ന കുടുംബക്കാർ പറഞ്ഞേ. ഓൾ ഓർമ്മിക്കണ്ട, അപ്പോൾ സിം ഉണ്ടെങ്കിലല്ലേ ഓള് വിളിക്കൂ അത് പൊട്ടിച്ച് ചാടിയേക്ക് അങ്ങനെയല്ല മുന്നേ. അപ്പോൾ പെണ്ണും കണ്ട് ഞാൻ ഇവരൊന്നും ഒരു കോലം കൊണ്ട് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഞാനാകെ വരാന്ത് പിടിച്ചിട്ട് ഞാൻ ഇവള് ഫോണ് വിളിച്ചിട്ടൊന്നും ഞാൻ എടുത്തില്ല. വെള്ളിയാഴ്ച സമയത്ത് പള്ളിന്ന് ഇറങ്ങാത്തോണ്ടായിരിക്കും എടുക്കാത്ത. എനിക്ക് ഭയങ്കര വിഷമവും. കാരണം എനിക്ക് കെട്ടുന്നുണ്ടെങ്കിൽ ഇവളെ കെട്ടു. ഞാൻ പറഞ്ഞ ഉമ്മ അവിടെ ഉമ്മ ഞാൻ അവളെ കെട്ടുന്നില്ല. ഓക്കെ ഞാൻ പിന്നെ എന്നോട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പറയാറ്. കെട്ടുന്നുണ്ട് അവളെ കെട്ടും, ഇല്ല ഞാൻ കെട്ടുന്നില്ല, എനിക്ക് വിവാഹം ചെയ്യാനാണ് നിർബന്ധിക്കാറ്. ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് ഉമ്മ ബെരട്ടെല്ലാം ചെയ്തിട്ട് ഉമ്മ ഉമ്മയല്ലേ. ഉമ്മക്ക് അവസാനം ഉമ്മ നമ്മളെ മനസ്സെന്താണോ അതേ ഉമ്മ
സമ്മതിക്കും, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളെ നല്ലതാ നമ്മൾ മോശമായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ഉമ്മമാരൊക്കെ എതിർക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് കോയമ്പത്തൂർക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഇവളെ കോൾ വന്നിട്ട് ഞാൻ വിഷമത്തോടു കൂടി അത് എടുത്ത് എന്തെങ്കിലും ആട്ടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളെന്താ ഫോൺ എടുക്കാത്ത എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു വീട്ടിൽ നിന്നൊന്നും സമ്മതിക്കുന്നില്ല, ഒറ്റ കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം, ഞാൻ കെട്ടുന്നുണ്ട് ഇഞ്ഞേ കെട്ടില്ലേ, ഞാൻ എന്താ പറഞ്ഞില്ലേനോ, കെട്ടുന്നുണ്ട് ഇഞ്ഞേ കെട്ടു. അപ്പോൾ ഇനി കുറച്ച് സമയം തരണം അല്ലേ, കുറച്ച് സമയം തരണം, അല്ലാതെ സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണ് വെച്ചില്ല. അങ്ങനെ പറഞ്ഞ് ഫോണ് വെച്ച് ഞാൻ കോയമ്പത്തൂർ പോയി. പിന്നെ ഇവളെ ഉമ്മ വിളിച്ചിട്ട് ഒരു ഫുള്ള് കരച്ചിലായിട്ട് ഒരു ദിവസം വിളിച്ചു തന്നെ. നിങ്ങളോക്ക് ഉമ്മ നിങ്ങളോക്ക് വാക്ക് കൊടുത്തതല്ലേ, ഉമ്മക്ക് ഓർമ്മ ഉണ്ടാകും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളോക്ക് വാക്ക് കൊടുത്തതല്ലേ, എന്നിട്ട് നിങ്ങൾ ഓളെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത, അതായത് ഓൾ അത്രയും ആഗ്രഹിച്ചതാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ ഒരു പിന്നെ ഇഷ്ടായിരുന്നു അല്ലേ. അമ്മ എന്താ അറിയില്ല, ഇവള് എനിക്ക് അതിന് മുമ്പ് അങ്ങനെ വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയോ? ധൈര്യമായിട്ട് പറഞ്ഞോ, അതിന് പറഞ്ഞതിന് വെച്ച് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടായിട്ടല്ല, എനിക്ക് അങ്ങനെ ആരോടും ഇഷ്ടം തോന്നിയില്ല. അങ്ങനെയല്ല, ആര് കാണാൻ എന്നെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടുപോവുകയൊക്കെ ചെയ്തിക്ക്. പക്ഷെങ്കിൽ അതൊന്നും എന്താ പറയാ, അങ്ങനെ ഓരിങ്ങനെ വീട്ടുകാരൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലോ, കണ്ടുപോയാലോ ഇഷ്ടായിക്കൊക്കെ പറഞ്ഞു. പിന്നെ മുടങ്ങി പോയാലോ അത്ര വിഷമത്തിലേക്ക് എത്തിയില്ല. പക്ഷെ ഇത് എനിക്ക് നിങ്ങൾ അന്നേരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് ചോറൊന്നും തിന്നിട്ട് ഇറങ്ങിയില്ലേ, 2 ദിവസത്തേക്ക് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ എല്ലാം കൂടി വീട്ടുകാരൊക്കെ സമ്മതിച്ച് വന്ന്. അപ്പോ പിന്നെന്ന് പറഞ്ഞാല് കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഗൾഫിൽ പോയില്ല? അന്വേഷിച്ചല്ലോ ഗൾഫിൽ പോയെ? കാണാനൊക്കെ വന്നതിന് ശേഷം ഗൾഫിൽ പോയി. ഇവള് ഗൾഫിലേക്ക് അങ്ങ് പോയി. അതൊരു 1.5 പോക്കേനും ഗൈസ്. ഗൾഫിൽ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതിന് ശേഷമാണ് കല്യാണമൊക്കെ നടന്ന്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യും. കഥ ഞങ്ങളെ ഇത് ഒരു ഉണ്ടാക്കിയ കഥയല്ല, ഞങ്ങളെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. അപ്പോൾ സ്ഫുടയോദ്ധയോടുകൂടെ ഒരു കഥ അങ്ങനെ നമ്മളൊന്ന് വായിച്ച് പറയുന്ന പോലെ അല്ലല്ലോ, ഓർത്തോർത്ത് പറയുമ്പോൾ ചില മിസ്റ്റേക്കുകളും കിട്ടായികയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അതെ, അപ്പോൾ നമ്മളെ കഥ പറഞ്ഞിങ്ങനെ പഠിക്കുകയാണ് നമ്മളിങ്ങനെ, നമ്മൾ ജീവിതം പറഞ്ഞ് ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾക്ക് സ്റ്റോറിയും നോവലൊക്കെ ആക്കാം നമ്മൾ ഈ ചാനലിൽ അല്ലേ, അതൊക്കെ പറയുന്ന പോലെ ഒക്കെ ആക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഡെയിലി വ്ളോഗൊന്നും ഞങ്ങൾ ചെയ്തിട്ട് ശരിയാകുന്നില്ല, എന്തെങ്കിലും വിശിഷ്ട ദിവസങ്ങളിൽ നമുക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു, നോക്കാം. ഓക്കെ, എന്നാ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇവളെ ഗൾഫ് പോക്കും ബാക്കി തുടർന്നുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അതിന്റെ മുമ്പും കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലേ, അതിന്റെ പറയാൻ വിട്ടുപോയിക്കേ. നാട്ടിൽ നിന്ന് കുറച്ച് കണ്ടുമുട്ടലുകളും പിന്നെ കുറച്ച് വിഷയങ്ങളൊക്കെ, എന്നെ പറ്റി ചില വിഷയങ്ങളൊക്കെ നാട്ടിൽ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താന്നൊക്കെ നിങ്ങൾ കുറച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കും, ആകാംക്ഷ ഉള്ളവര്. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.